എനിക്ക് മെഡിസിൻ ആവശ്യമാണ്. മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെൻ്റെ കുഞ്ഞിനെ വളർത്തുവാൻ എൻ്റെ കുടുംബ പട്ടിണി പലപ്പോഴും ആഹാരമില്ലാതെ ഞങ്ങൾ ഇതിനകത്ത് ഒതുങ്ങിക്കഴിയുന്ന ഒരവസാനോടും പറയാൻ കഴിയാതെ എനിക്ക് പൂർണ്ണമായി മറ്റുള്ളവർ നടക്കും പോലെ ബലത്തെ നടക്കാൻ കഴിയുകയില്ല. വളരെ ഭാരപ്പെട്ടാണ് ഞാൻ നടക്കുന്നത്. സംസാരിക്കത്തില്ലായിരുന്നു, സംസാരം എനിക്ക് തിരിച്ചു തന്നു ദൈവം. ഞാനങ്ങനെ വളരെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മുമ്പോട്ട് എങ്ങനെ ജീവിക്കുമെന്നുള്ളത് ഈ കുഞ്ഞിനെ നോക്കുമ്പോൾ എനിക്ക് മുമ്പോട്ട് അവനെ വളർത്തണമെന്നുള്ള ആ വലിയ ആഗ്രഹം കൊണ്ടിരിക്കുന്നു. പക്ഷേ സമയത്തിന് എനിക്ക് മെഡിസിൻ കിട്ടാതെ എനിക്ക് വീണ്ടും വീണ്ടും എൻ്റെ ശരീരത്തിൽ പഴയതുപോലെ രോഗം എന്നെ മൂർച്ഛിക്കുവാൻ തുടങ്ങുന്നൊരവസ്ഥ എനിക്ക് തിരിച്ചറിയാം. അങ്ങനെ ഞാൻ വളരെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് പാസ്റ്റർ സജി പള്ളിക്കുന്ന്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ രാത്രിയാണ്. ഞാനിപ്പോൾ കൊല്ലം ജില്ലയിലെ പൂരുവഴി പഞ്ചായത്തിലെ 5ാമത്തെ വാർഡിലുള്ള ഒരു വാടക വീട്ടിലാണ്. ദാമോദരൻ എന്ന് പറയുന്ന സഹോദര ഭവനത്തിലാണ്, വാടക വീട്ടിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് കടമ്പനാടിന് അടുത്തുള്ള ഒരു സ്ഥലമാണ്. അടൂർ കടമ്പനാടിന് അടുത്തുള്ള സ്ഥലം. ഇവിടെ അദ്ദേഹം 2023 മുതൽ സ്ട്രോക്ക് വന്ന് കിടപ്പിലായിരുന്നു. ഇപ്പോൾ അത്യാവശ്യമായിട്ട് ചെറുതായിട്ട് നടക്കാൻ പറ്റുന്നുണ്ട്, സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഒത്തിരി നടക്കുന്നതിലൊക്കെ ഒത്തിരി ആശ്വാസമുണ്ട്. നല്ലൊരു വരുമാനവുമില്ല. ഇപ്പോൾ ഈ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോനുണ്ട്. ഇവിടെ വന്നിട്ട് അവനെ സ്കൂളിൽ ചേർക്കാനായിട്ട് പറ്റിയിട്ടില്ല. കാരണം സാമ്പത്തികമില്ല. കാരണം ഈ വീട് ഒരു ഉറപ്പില്ലായിരുന്നു. കാരണം 7 മാസത്തെ വാടക ഇവർക്ക് കൊടുക്കാനുണ്ടായിരുന്നു. 7 മാസത്തെ വാടക 14,000 രൂപ. അങ്ങനെ ഒരു സാഹചര്യത്തിനകത്ത് ഈ വീട്ടിൽ നിന്ന് മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഒരു അങ്കിളിനെ വിളിച്ചു പറയുകയും അങ്കിളിപ്പോൾ 20,000 രൂപ അയച്ചു കൊടുത്തു. ഇവരുടെ ബുദ്ധിമുട്ടുകൾ കണ്ടിട്ടുണ്ട്. കാരണം ഭക്ഷണത്തിന് പോലും പൈസ ഇല്ലാത്ത സാഹചര്യം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തൽക്കാലം വാടകയുടെ പ്രശ്നങ്ങൾ തൽക്കാലം ഒഴിവാകുന്നുണ്ട്. എങ്കിലും ഇനി തുടർന്ന് ഇദ്ദേഹത്തിന് ചികിത്സ ആവശ്യമാണ്. മരുന്ന് പലപ്പോഴും മുടങ്ങിപ്പോകുന്നു. സ്ട്രോക്ക് വന്നതാണ്, മരുന്ന് മുടങ്ങാൻ പാടില്ല. പലപ്പോഴും മരുന്ന് ഇങ്ങനെ മുടങ്ങിപ്പോവുകയാണ്. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഇനി കുഞ്ഞിനെ സ്കൂളിൽ ചേർക്കണം, അതിൻ്റെ കാര്യങ്ങൾ. പിന്നെ ഇവിടുത്തെ വാടക ഇനി മുടങ്ങാതെ കൊടുക്കണം. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ. ഏതായാലും ശരി, 57 വയസ്സുള്ള ഈ സഹോദരനെ സഹായിക്കണം. ഇപ്പോൾ നമുക്ക് അവരുടെ വാക്കുകളൊന്ന് കേൾക്കാം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഞാൻ പാസ്റ്റർ സജി പള്ളിക്കുന്ന്. എൻ്റെ പേര് ദാമോദരൻ എന്നാണ്. 2023 മുതൽ എനിക്ക് തലയ്ക്ക് സ്ട്രോക്ക് വന്നിട്ട് എൻ്റെ ഒരു സൈഡ് മൊത്തം തളർന്നതുപോലെ എനിക്ക് നടക്കുവാനോ സംസാരിക്കാനോ കഴിയാതെ ഞാൻ ഐസിയുവിലായിരുന്നു. അവിടുന്ന് ചികിത്സ 6 മാസക്കാലം ഭയങ്കരമായ ചികിത്സ നടത്തി. അങ്ങനെ ഇപ്പോൾ ചെറുക്കെ സംസാരിക്കാനും ഒക്കെ കഴിയും. പക്ഷേ എനിക്ക് മരുന്ന് വാങ്ങിക്കുവാനോ മറ്റൊന്നും ഇപ്പോൾ മുമ്പോട്ട് പോകുവാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് ഞാൻ. എൻ്റെ കുടുംബം, കുഞ്ഞുണ്ട്. അവൻ 4ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുകയാണ്. അവന് 4ൽ നിന്ന് ഇപ്പോൾ 5ലേക്കല്ലേ? ഇനിയിപ്പോൾ 5ലേക്ക് വരികയാണ്. അവന് ഒരു വർഷത്തെ വാഹന ഫീസ് കൊടുത്തെങ്കിൽ അവിടുന്ന് സർട്ടിഫിക്കറ്റ്. ഗവൺമെന്റ് സ്കൂളല്ലായിരുന്നോ ആയിരുന്നേ കൊച്ചു പഠിക്കുന്നേ? അന്ന് ഓക്കെ. അവിടെയുള്ള ബസ് ഉണ്ടല്ലേ? ബസ്സാണോ, കാർ, എന്താ? അവിടുന്ന് അവര് വണ്ടി അല്ലാതെ കൂലിക്ക് വിടുന്ന. ഓക്കെ, അതിന് കൊടുക്കാനുണ്ട്. ഓക്കെ. അപ്പം ഒരു വർഷത്തെ ഫീസ് അവർക്ക് കൊടുക്കാനുണ്ട്. ഒരു മാസത്തേക്ക് 650 രൂപ വെച്ചാണ്. അപ്പം ഒരു വർഷത്തെ ഉള്ള സാമ്പത്തികം അത് കൊടുക്കാനുണ്ട്. അത് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് സർട്ടിഫിക്കറ്റ് അവിടെ ചെന്ന് ചോദിക്കുവാൻ, ടി സി ചോദിക്കുവാൻ കഴിയുന്നുള്ളൂ. അടുത്ത സ്കൂളിൽ ചേർക്കാൻ പറ്റുള്ളൂ, ചേർക്കുവാനും നമുക്ക് കഴിയുന്നുള്ളൂ. അതുപോലെ തന്നെ വാടക വീട്ടിലെ പൈസ കൊടുക്കുവാൻ വളരെ ബുദ്ധിമുട്ടി. എനിക്ക് മെഡിസിൻ ആവശ്യമാണ്. മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെൻ്റെ കുഞ്ഞിനെ വളർത്തുവാൻ എൻ്റെ കുടുംബ പട്ടിണി പലപ്പോഴും ആഹാരമില്ലാതെ ഞങ്ങൾ ഇതിനകത്ത്
ഒതുങ്ങിക്കഴിയുന്ന ഒരവസ്ഥ ആരോടും പറയാൻ കഴിയാതെ എനിക്ക് പൂർണ്ണമായി മറ്റുള്ളവർ നടക്കും പോലെ ബലത്തെ നടക്കാൻ കഴിയുകയില്ല. വളരെ ഭാരപ്പെട്ടാണ് ഞാൻ നടക്കുന്നത്. സംസാരിക്കത്തില്ലായിരുന്നു, സംസാരം എനിക്ക് തിരിച്ചു തന്നു ദൈവം. ഞാനങ്ങനെ വളരെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മുമ്പോട്ട് എങ്ങനെ ജീവിക്കുമെന്നുള്ളത് ഈ കുഞ്ഞിനെ നോക്കുമ്പോൾ എനിക്ക് മുമ്പോട്ട് അവനെ വളർത്തണമെന്നുള്ള ആ വലിയ ആഗ്രഹം കൊണ്ടിരിക്കുന്നു. പക്ഷേ സമയത്തിന് എനിക്ക് മെഡിസിൻ കിട്ടാതെ എനിക്ക് വീണ്ടും വീണ്ടും എൻ്റെ ശരീരത്തിൽ പഴയതുപോലെ രോഗം എന്നെ മൂർച്ഛിക്കുവാൻ തുടങ്ങുന്നൊരവസ്ഥ എനിക്ക് തിരിച്ചറിയാം. അങ്ങനെ ഞാൻ വളരെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ സ്നേഹം നിറഞ്ഞെന്നെ ഈ കണ്ണുനീര് കണ്ട് നിങ്ങൾ എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ താഴ്മയോട് അപേക്ഷിക്കുകയാണ്. ഞങ്ങൾക്ക് മുമ്പോട്ട് പോകുവാൻ കഴിയാത്ത വിധം ഭാരപ്പെട്ടുകൊണ്ടിരിക്കുക ഓരോ ദിവസവും. അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന നന്മകൾ നൽകി ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ താഴ്മയോടെ അറിയിക്കുകയാണ്. ഓക്കെ. എത്ര വയസ്സുണ്ട് ഇപ്പോൾ? 57 വയസ്സ്. ഏത് ബാങ്കിലാണ് അക്കൗണ്ട് ഉള്ളത്? ആനന്ദപ്പള്ളി. ആനന്ദപ്പള്ളിയിൽ ഏത് ബാങ്കാ? ബാങ്കിൻ്റെ പേര്? SBI. SBIയിലാണ്. അതെ. ഓക്കെ. ഓക്കെ. പേരെങ്ങനെ കിടക്കുന്നതിനകത്ത്? ദാമോദരൻ എന്നാണല്ലേ? SBIയില്ല. ഓക്കെ. ദാമോദരൻ എന്നാണ് പേര്. ദാമോദരൻ മാത്രമേ ഉള്ളോ അതിനകത്ത്? 6 ദാമോദരനേ ഉള്ളൂ. 6 ഉണ്ട്. ഓക്കെ. 6 പറഞ്ഞാൽ പിതാവിൻ്റെ പേരിൻ്റെ. പിതാവിൻ്റെ പേരെന്താ? രാമൻ. പ്രിയമുള്ളവരെ, ഇവരുടെ സാഹചര്യങ്ങളൊക്കെ കേട്ടല്ലോ. നമുക്ക് ഇവരെ സഹായിക്കണം. ഇവിടെ അക്കൗണ്ടിൽ മാത്രം പൈസ അയച്ചാൽ മതി. നമ്മൾ ഗൂഗിളിൻ്റെ നിയമം അനുസരിച്ച് നമുക്ക് യൂട്യൂബിനകത്ത് അക്കൗണ്ട് നമ്പർ കൊടുക്കാനായിട്ട് അനുവദനീയമല്ല. അതുകൊണ്ട് ഫോൺ നമ്പർ ചേർക്കുന്നുണ്ട്. നിങ്ങൾ ആ ഫോൺ നമ്പറിൽ വിളിക്കുകയും കഴിയുന്ന സഹായങ്ങൾ, അല്ലെങ്കിൽ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി. സഹായിക്കാൻ താല്പര്യമുള്ള പ്രിയമുള്ളവർ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ തീർച്ചയായിട്ടും ഈ പ്രിയമുള്ളവരുടെ അക്കൗണ്ട് നമ്പർ, അവരുടെ അഡ്രസ്സും അവരുടെ മെഡിക്കൽ റിപ്പോർട്ടുകളും എല്ലാം അതിനകത്ത് അയക്കാം. തീർച്ചയായിട്ടും ഇവരെ സഹായിക്കണം. വാട്സാപ്പിലൊരു മെസ്സേജ് അയക്കാൻ മറക്കല്ലേ. തീർച്ചയായിട്ടും നമുക്കവരെ സഹായിക്കണം. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 57 വയസ്സുള്ള ഈ സഹോദരൻ ഇനി എഴുന്നേറ്റ് നടന്ന് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത്, നേരത്തെ ഒട്ടും നടക്കാൻ പറ്റില്ലായിരുന്നു, സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. ആ മെഡിക്കൽ റിപ്പോർട്ട് കാണുമ്പോൾ നമുക്കറിയാം. എന്നാൽ അവിടെ നിന്ന് ദൈവം എത്രത്തോളം എഴുന്നേൽപ്പിച്ചു. ഇനി തുടർന്ന് ജോലിയൊക്കെ എടുത്ത് ഈ കുടുംബം പുലർത്തണം. മോന് 4-ൽ നിന്ന് 5-ലേക്കായിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ മോന് തുടർന്ന് പഠിക്കണം. വിദ്യാഭ്യാസ കാര്യങ്ങളുണ്ട്. എല്ലാം ഞാൻ ഈ പ്രിയമുള്ളവരുടെ കാര്യങ്ങളിൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഈ കുടുംബത്തെ സഹായിക്കണേ, മറക്കരുതേ. നമ്മൾ ഒരുപാട് പേര് സഹായിക്കുന്നു ഇതുപോലെ കഷ്ടതയിൽ കിടക്കുന്ന പ്രിയമുള്ളവരെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ.